പത്തനംതിട്ട ഏറ്റവും കൂടുതൽ LDF-ന് അനുകൂലമായ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ രണ്ട് തവണയും LDF-ന് അനുകൂലമായാണ് വിധിയെഴുത്തുണ്ടായത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ മണ്ഡലത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. UDF-ന് ഒരു അനുകൂലമായ വിധിയെഴുത്താണ്. പല തദ്ദേശ സ്ഥാപനങ്ങളും UDF-ന് അനുകൂലം ഒപ്പമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ചിത്രങ്ങൾ മാറുന്നു. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ LDF-ൽ നിന്നും ചില മണ്ഡലങ്ങളൊക്കെ UDF-ലേക്ക് എത്താനുള്ള സാധ്യതയാണ്. ഘടകം എന്ന് പറയുന്നത് നിലവിലുള്ള സാഹചര്യങ്ങളാണ്. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറന്മുളയിലാണ് വീണ ജോർജും ഒപ്പം അബിൻ ബർക്കിയും കുമ്മനം രാജശേഖരനും നിൽക്കുന്നത്. ആ മൂന്ന് പേരും ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ രണ്ട് തവണയും LDF സ്ഥാനാർത്ഥി വീണ ജോർജാണ് അവിടെ മത്സരിച്ചത്, ജയിച്ചത്. എന്തായാലും ഇപ്രാവശ്യം ആ വിജയം ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ചോദ്യമായി വരുന്നത്. എന്തായാലും എതിർ സ്ഥാനാർത്ഥി അബിൻ ബർക്കിയും വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ചിട്ടയായ ഒരു പ്രവർത്തനം UDF-ന്റെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDF-ന്റെ ഒരു മണ്ഡലമാണത് ആറന്മുള. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു അഭിമാന പോരാട്ടം എന്ന നിലയ്ക്കാണ് ആറന്മുള മണ്ഡലത്തെ കാണുന്നത്. NDA-യുടെ സ്ഥാനാർത്ഥി BJP-യുടെ സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനാണ് അവിടെ മറ്റ് ഒരു സ്വാധീനമുള്ളത്. എന്തായാലും ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഒരു വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്ന ഒരു പ്രദേശമാണ്. ശബരിമല സ്വർണ്ണക്കുള്ള അടക്കമുള്ള വിഷയങ്ങൾ, ഇന്നലെ പുറത്തു വന്ന ഈ മനുഷ്യനിർമ്മിത പ്രളയം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ആ ആരോപണം പോലും ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരിടമാണ് പത്തനംതിട്ട എന്നതാണ് ശശിനാരായണൻ സൂചിപ്പിക്കുന്നത്.